അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. ഇന്ന് 6th മന്തിലെ ഗ്ലൂക്കോസ് ടെസ്റ്റാണ്. സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ലാബിൽ നിന്നാണ് ഗ്ലൂക്കോസ് കുടിക്കാനുള്ളത് തരാറ്. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ ഗ്ലൂക്കോസ് കുടിച്ചിട്ട് 1 hour ആകുമ്പോഴത്തേന് ഹോസ്പിറ്റലിൽ വരാനായിട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് വെറും വയറ്റിൽ ഗ്ലൂക്കോസ് കുടിക്കണം. അപ്പോൾ ഒരു 50 gram ഗ്ലൂക്കോസ് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കാനായിട്ടോ പറഞ്ഞിരിക്കുന്നത്. മിക്കവർക്കും പേടിയാണ് ഗ്ലൂക്കോസ് ടെസ്റ്റ്, ഛർദ്ദിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഓവറായിട്ട് മധുരം കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഷുഗർ ലെവൽ നമുക്ക് എത്ര വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സിസേറിയൻ ആക്കിയത്. ഇനി ഇപ്രാവശ്യം എന്താവുമെന്ന് അറിയത്തില്ല. റെഡിയായിട്ട് ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം ലാബിലോട്ട് പോകാൻ. ഷുഗർ മാത്രമല്ല വേറെ കുറേ ടെസ്റ്റും കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാട്ടോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇപ്രാവശ്യം ബ്ലഡും യൂറിനും എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ആവും റിസൾട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് ഡോക്ടറെയും കാണിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ. ഇവിടെ ഇപ്പോൾ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചെന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു മാസ്ക് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി എന്തായാലും കുറേ നേരം പിടിക്കുന്നത്. പിന്നെ ആ നേരം കൊണ്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കും. മസാല ദോശയും ചായയും പോയി കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വാങ്ങിയിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. നമ്മൾ ടോക്കൺ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെന്നപ്പോൾ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റി. ഇപ്രാവശ്യം ഷുഗർ എനിക്ക് നോർമലാണ്. അപ്പോൾ 1 മാസത്തേക്കുള്ള മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് ചെറിയൊരു പണി നടുവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ എനിക്ക് നീര് വെക്കുന്നുണ്ട്. കിക്കിനെ എടുത്തുകൊണ്ട് നടക്കുന്ന സൈഡാണ് നീര് വെക്കുന്നത്. അതുകൊണ്ട് ഇനി കൊച്ചിനെ എടുക്കരുത്, പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കണമെന്നാട്ടോ പറഞ്ഞേക്കുന്നത്. തിരിച്ച് വീട്ടിലെത്തിയിട്ടാട്ടോ ലഞ്ച് കഴിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നെല്ലാം പുറത്തുനിന്ന് കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ഫുഡ് ഇന്ന് ചോറും മോരുകറിയും ക്യാബേജ് തോരനും മീൻ വറുത്തതുമായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കുന്ന കൂടെ തന്നെ കിക്കിക്കുള്ള ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഉണക്കമീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടി ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അഖിലേട്ടയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ഓഫീസിൽ പോയി. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൻ്റെ അകത്ത് കിക്കിയിരിക്കില്ല, പുറത്തൂടെ തന്നെയായിരിക്കും. ഇടയ്ക്കൊക്കെ ഞാൻ മഴ നനയാൻ സമ്മതിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും നനഞ്ഞ് കഴിഞ്ഞാൽ പനി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പോൾ മഴ നനയണ്ടെന്ന് പറഞ്ഞ അമ്മ കൂടെ നടക്കുക അവളുടെ. അപ്പോൾ അവളും ബൈക്കിലൊക്കെ കയറിയൊക്കെ ഇരിക്കും കേട്ടോ ബൈക്കിനകത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വ്ളോഗാട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.